തൃശ്ശൂരിൽ 2 നവജാത ശിശുക്കളെ കുഴിച്ചിട്ടു എന്ന കേസിൽ ഇപ്പോൾ തൃശ്ശൂർ SP-യുടെ പ്രതികരണം ലഭ്യമാണ്. ഇവള് അകന്നു പോകുന്നു എന്നൊരു സംശയം അവനുണ്ടായി. ഇവൾക്ക് രണ്ടാമതൊരു ഫോൺ വേണ്ടാന്ന് അവൾ പറഞ്ഞു. ഇവള് അറിയാതൊരു ഫോൺ ഉപയോഗിച്ചു. ആ ഫോണ് ഈ 2025 ജനുവരിയിലാണ് അവൻ മനസ്സിലാക്കുന്നത് ഇവരുടെ കയ്യിൽ വീണ്ടും ഫോണുണ്ട്. അതിനെ ചൊല്ലി തർക്കമായി. ഇവള് വേറെ പ്രപ്പോസൽ നോക്കുന്നു എന്നൊരു സംശയം വന്നു. അവനെ കൊണ്ട് ശല്യം വന്നപ്പോൾ സ്വയം അകന്നതാണെന്ന് അവൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, അവൾ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നത് ഇത് ഈ അസ്ഥികളുണ്ടെങ്കിൽ ഇവർക്ക് അത്യാവശ്യം ഇവൻ ഡിപ്ലോമ ITI അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസമുണ്ട്. ഈ പെണ്ണാണെങ്കിൽ അവർ കുറച്ച് ലാബ് ടെക്നീഷ്യൻ കോഴ്സൊക്കെ പഠിച്ച് അവരും അത്യാവശ്യം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളാണ്. അപ്പം ഇവൾ നാളെ ഒഴിഞ്ഞ് മാറുകയാണെങ്കിൽ, ഇവളുടെ ആങ്ങളെ നാളെ പറ്റത്തില്ലെന്ന് പറയുവാണെങ്കിൽ, 2 പ്രസവിച്ചു, എൻ്റെ കുട്ടിയാണ്, തെളിയിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് കാണിക്കാം. അതിനുവേണ്ടി ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനത് ഇവൻ്റെ വീട്ടിൽ തന്നെ സേഫായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ഇവർ തമ്മിൽ വൈകുന്നേരം വീണ്ടും തർക്കമുണ്ടായി. ഇന്നലെ വൈകുന്നേരം തർക്കമുണ്ടായിട്ട് ഞാൻ അപ്പോൾ രാത്രി വിളിക്കുമ്പോൾ ഇവളുടെ ഫോൺ എൻഗേജാണ് ഇന്നലെ. അതാണ് ഇന്നലെ പെട്ടെന്നുണ്ടായൊരു സംഭവം. അവൾ പറയുന്നുണ്ട് അവളുടെ ഒരു റിലേറ്റീവ് ഒരു വലിയ മെച്ചോട് സംസാരിച്ചു എന്നാണ്. അപ്പം അവന് പെട്ടെന്ന് കള്ളും കുടിച്ച് കഴിഞ്ഞ് നല്ലപോലെ മദ്യപിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവന് ഫോൺ വിളിച്ചപ്പോൾ കണ്ടിന്യൂസ് എൻഗേജഡ് ആയപ്പോഴത്തേന് ഇവൻ കുറേ ദിവസമായിട്ട് ഈ അടുത്ത ദിവസങ്ങളായിട്ട് അവളെ സ്ഥിരം വിളിച്ചിട്ട് സോറി പറഞ്ഞ് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ദോഷമൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായ കാര്യങ്ങളാണ്. ഇന്നലെ എന്തായാലും വൈകുന്നേരം സംസാരിച്ചപ്പോഴത്തേന് വളരെ ബുദ്ധിമുട്ടായതിന് ശേഷം അവൾ അവനോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ കിട്ടിയത്. ഞാൻ പോലീസിനെ അറിയിക്കും, നീ അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ എന്നെ നീ തേച്ചതിന് ശേഷം നീ അങ്ങനെ ജീവിക്കണ്ട എന്ന് അവൻ ഇന്നലെ വൈകുന്നേരം 11:30 പറഞ്ഞു. അവൾ പറഞ്ഞതിന് ശേഷം അവൾ ഇവൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ രാത്രി ആയതുകൊണ്ട് ആരെയും ഫോണിൽ കിട്ടിയില്ല. ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലായത്. അപ്പം അല്ല, ഇത് രണ്ടും ആധികാരികമായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പ്രാഥമികമായി നമുക്ക് സംശയിക്കേണ്ട വിഷയങ്ങളാണ്. ആദ്യത്തേത് പൊക്കിൾ കുരുങ്ങിയെന്ന് അവൾ പറയുന്നതാണ്, അത് നമുക്ക് പരിശോധിക്കാനുണ്ട്. രണ്ടാമത്തേത് അവൾ അവസാനം ഇങ്ങനെ കൊച്ചു കരഞ്ഞു സ്വാഭാവികമാണല്ലോ. കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടി ആ വീട്ടിൽ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഒന്നാമത് നേരത്തേതിലൂടെ വിഷയമുണ്ട്. അപ്പം അത് നമുക്ക് അവൾ പറഞ്ഞത് വിശ്വസിക്കാൻ വേണ്ടിയുണ്ട്. അത് ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു എന്ന് നമ്മൾ ന്യായമായിട്ട് സംശയിക്കുന്നു. കാരണം ഈ ചെറുക്കനും പെണ്ണും കൂടെ ഈ നമ്മൾ പറയുന്ന ഈ പ്രതികൾ 2 പേരുണ്ടല്ലോ, 2 പേരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ബോഡി കുഴിച്ചിട്ട് കുറേ നാളുകൾക്ക് ശേഷം അസ്ഥിയായതിന് ശേഷം അവിടെ നിന്ന് ഈ റെമനൻസ് വാരി ബാഗിനകത്താക്കി. അത് ഇവൻ പറഞ്ഞു ഇഞ്ഞ് കൊണ്ടുപോയി ഞാൻ സൂക്ഷിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഹാൻഡ് ബാഗിനകത്ത് വെച്ച് അവൾക്ക് ഒരു ചെറിയ സ്കൂട്ടി പോലൊരു സ്കൂട്ടറിൽ ഇവരുടെ വീടിൻ്റെ അടുത്ത് വെച്ച് കൊണ്ടു കൊടുത്തു എന്ന് പറയുന്നു. ഞാനത് പേര് വിവരം കിട്ടിയില്ല നമുക്ക്. അത് ഒത്തിരി വിടുന്നത് തീർച്ചയായിട്ടും അവൻ ഒരുമിച്ച് കൊണ്ടുവന്നല്ലോ. ഒരുമിച്ച് കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു സൗഹൃദം ഉള്ളതായിട്ട് തള്ളയ്ക്ക് സംശയമുണ്ട്. പ്രസവിച്ച കാര്യം ആർക്കും അറിഞ്ഞു. പ്രസവിച്ച കാര്യം അവൻ്റെ ഏറ്റവും അടുത്ത 1-2 സുഹൃത്തുക്കളോട് സബ്സിക്വൻ്റായിട്ട് അവൻ പറഞ്ഞു എന്നൊരു സംശയം